ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മോൺസ്റ്റർ വേൾഡ്സ് നമുക്കറിയാം. അതായത് നമ്മുടെ ഗോഡ്സില്ല കോങ്ങിൻ്റെ മൂവിയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു മോൺസ്റ്റർ ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ പസഫിക് റിം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു പടത്തിനകത്ത് നോക്കുമ്പോൾ ഏകദേശം കുറേ കൈജൂസിനെയൊക്കെ നമ്മൾ ആ ഒരു പടത്തിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മോൺസ്റ്റർ വേൾഡ്സിലെ ടൈറ്റൻസിന് സിമിലർ ആയിട്ടുള്ള കൈജൂസിനെ തന്നെയാണ് നമ്മൾ പസഫിക് റിം മൂവിക്കകത്ത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂമർ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പസഫിക് റിമിൻ്റെ അടുത്ത പാർട്ട് മൂവി, അതായത് പസഫിക് റിം തേർഡ് പാർട്ട് മൂവി, അതായത് നമ്മുടെ മെയിൻ മോൺസ്റ്റർ വേൾഡ്സ്, അതായത് നമ്മുടെ WBയുടെ ആ ഒരു മൂവി ഫ്രാഞ്ചൈസിയുമായിട്ട് ക്രോസ് ഓവർ നടക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലൊരു റൂമർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇപ്പം നമ്മുടെ മോൺസ്റ്റർ വേൾഡ്സ്, അതായത് നമ്മുടെ ഗോഡ്സില്ല കോങ്ങിൻ്റെയൊക്കെ മൂവി വരുന്നത് നമ്മുടെ WBയുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പസഫിക് റിം നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ പിക്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ് വരുന്നിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളും, അതായത് ഈ മോൺസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം, ക്യാരക്ടർ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ലെജൻഡറി പിക്ചേഴ്സ് എന്നുള്ള ആ ഒരു കമ്പനിക്ക് തന്നെയാണ്. അതായത് നമ്മുടെ പസഫിക് റിമിൻ്റെ ആ ഒരു കൈജൂസിനെ വെച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ ലെജൻഡറി പിക്ചേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ റൈറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്നുള്ള ആ ഒരു മൂവിക്ക് ശേഷം വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു മൂവി ഈ ഒരു പസഫിക് റിം മൂവിയായിട്ട് കണക്റ്റഡ് ആവാൻ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ വേൾഡ്സിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോളോ എർത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ആ ഒരു മൂവി ഫ്രാഞ്ചൈസിയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു പസഫിക് റിമിൻ്റെ സൈഡിലോട്ട് പോകണമെങ്കിൽ അവിടെയും ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ആ ഒരു മൂവി ഫ്രാഞ്ചൈസിയിലും കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു മോൺസ്റ്റേഴ്സൊക്കെ മറ്റേതോ ഒരു തരം റെലത്തിൽ നിന്ന് ഹോളോ എർത്ത് വഴി നമ്മുടെ എർത്തിലോട്ട് വരുന്ന രീതിയിലാണ് പസഫിക് റിമിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഗോഡ്സില്ല കോങ് അല്ലെങ്കിൽ ഈ ഒരു മൂവി മോൺസ്റ്റർ വേൾഡ്സ് ഫ്രാഞ്ചൈസിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൊണാർക്ക് എന്നുള്ള ആ ഒരു സീരീസിനകത്തും ഏകദേശം ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ഹോളോ എർത്തിനകത്തു നിന്നും, അതായത് മറ്റേതോ ഒരു വേം ഹോൾ ത്രൂ ആണ് നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ വേഴ്സിനകത്ത് കണ്ടിട്ടുള്ള മിക്ക മോൺസ്റ്റേഴ്സും എർത്തിലോട്ട് വന്നിട്ടുള്ളതെന്നാണ് ഈ ഒരു നമ്മുടെ മൊണാർക്ക് എന്നുള്ള ഒരു സീരീസിൽ കൂടെ അവർ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ രണ്ട് യൂണിവേഴ്സും കണക്ട് ചെയ്യാൻ നല്ല എളുപ്പം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു പസഫിക് റിമിൻ്റെ ആ ഒരു മൂവി ഫ്രാഞ്ചൈസിയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒരാൾ ഇത് മുന്നേ തന്നെ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇനി നമ്മുടെ ഈ ഒരു പസഫിക് റിമിൻ്റെ തേർഡ് പാർട്ട് മൂവി എന്ന് പറയുന്നത് നമ്മുടെ മോൺസ്റ്റർ വേൾഡ്സുമായിട്ട് ക്രോസ് ഓവർ നടക്കാനുള്ള ഒരു സാധ്യത ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു വലിയ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മോൺസ്റ്റർ വേൾഡ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോൺസ്റ്റേഴ്സും ഹ്യൂമൻസും തമ്മിലല്ല ഫൈറ്റ് നടക്കുന്നത്, മോൺസ്റ്റേഴ്സും തന്നെയായിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. പക്ഷേ അതിനകത്ത് ലാസ്റ്റ് ജയിക്കുന്നത് മോൺസ്റ്റർ തന്നെയാണ്. പക്ഷേ നമ്മുടെ പസഫിക് റിമിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസിലോട്ട് വരുമ്പം, അതായത് ഈ പറയുന്ന കൈജൂസ് അല്ലെങ്കിൽ ഈ ഒരു മോൺസ്റ്റേഴ്സും ഹ്യൂമൻസും തമ്മിൽ നടക്കുന്ന ഫൈറ്റ് തന്നെയാണ് നമ്മൾ ആ ഒരു ഫ്രാഞ്ചൈസി കണ്ടിട്ടുള്ളത്. അപ്പം അതിനകത്ത് ലാസ്റ്റ് ഹ്യൂമൻ സൈഡ് തന്നെയാണ് ജയിക്കുന്ന രീതിയിലും കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ നല്ല രീതിക്ക് സാധ്യതയുള്ള ഒരു വലിയൊരു ഈസ്റ്റർ എഗ്ഗും സംഭവങ്ങളും ആ ഒരു ഫ്രാഞ്ചൈസി കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മ്യൂട്ടോ പോലുള്ള മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ ടൈറ്റൻസിനെ ഈ ഒരു പസഫിക് റിം മൂവി ഫ്രാഞ്ചൈസിക്കകത്ത് അവർ ടീസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഏതൊക്കെ തരം കൈജൂസ് എർത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ലിസ്റ്റ് കാണിക്കുന്ന ഒരു സീൻ എടുത്ത് നോക്കുമ്പം അതിനകത്ത് നമ്മൾ മോൺസ്റ്റർ വേഴ്സിൽ കണ്ട മിക്ക കൈജൂസ് അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സിൻ്റെയും ഒരു റെഫറൻസ് ഈ ഒരു പസഫിക് റിം മൂവിക്കകത്ത് തന്നെ ഓൾറെഡി അവർ തന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഈ ഒരു റൂമർ റിയൽ ആവാൻ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോഡ്സില്ല കോങ് എന്നുള്ള മൂവിക്ക് ശേഷം ഇനി ഏത് പടം വരാൻ പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മുടെ പസഫിക് റിമിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അടുത്ത പസഫിക് റിം തേർഡ് പാർട്ട് മൂവി തന്നെയാണ് വരാൻ പോകുന്നതെന്ന് കൺഫേം ഒക്കെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ വേഴ്സുമായിട്ടും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു പടം നല്ല ഫ്യൂച്ചറിൽ വരാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അപ്പം ഈ ഒരു തിയറിനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞു വലിച്ചു നിന്നിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കിടന്ന ബെല്ലൈക്കണും കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണാൻ നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.